ധൈര്യമായിട്ട് ഞങ്ങൾ പുതുക്കെ പരിപാടി അങ്ങ് തുടങ്ങി. അല്ലാത്തോട്ട് പോകുന്നതല്ല ഞാൻ വിനോദമായിട്ടാണ് പോകുന്നത്. നീ എന്നാ ഈ കൊണ്ടുപോകുമ്പോൾ എന്നെ പറ്റി ആവശ്യമില്ലൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു നടക്കുവാന്ന് ഞാൻ ആരുടെ കൂടെ പോവാന്ന് ഇപ്പൊ കൊച്ചമ്മയോടും പറഞ്ഞു. ഇവൻ ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞു നടക്കുന്നതായിട്ട് കൊച്ചമ്മയോട് ഇപ്പൊ പറഞ്ഞു. ഈ ലോ മുഴുവൻ പറഞ്ഞു എന്നെ പറ്റി നീ പറഞ്ഞു നടക്കുന്നത്. എല്ലാവരുടെയും തോളത്ത് കയറി കഴിഞ്ഞു. ഇനി അടുത്ത ഇനി എന്റെ തോളത്തോട്ട് നാളെ ഈ കൊച്ചിനോട് മണ്ടക്കോട്ട് കയറാൻ പറ്റുമോ ആർക്കറിയാം. ഇങ്ങനെയാണെങ്കിൽ അപ്പൊ വിഷയം മാറി. അപ്പൊ അപ്പൊ വിഷയം മാറി. 18 വയസ്സിന് താഴെയുള്ള പിള്ളേരോട് ഫോട്ടോ എടുക്കുമോ പിള്ളേരോട് മിണ്ടാൻ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചാൽ വേറെ മാറും. പക്ഷെ അത് വേറെ. പക്ഷെ എന്നെ നെഞ്ചത്തോട്ട് കയറാൻ പറ്റുന്ന എന്നത്തിനാണ് എനിക്കറിയാം. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നു. ഞാൻ ആറെ പുറകെ പോകുന്നു. ഇപ്പം കാണുന്നു. പോയ തന്നെ ഇവൻ എന്നാ കുഴപ്പം. ഇവന്റെ പെങ്ങളല്ലല്ലോ ഞാൻ. പിന്നെ എന്നാ കുഴപ്പം എന്നാ എന്നെ പറ്റി തോന്നി ഈ പരിക്കടിക്കുന്നത് എന്നെ പറ്റി ഓരോക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പോ എല്ലാരും അറിഞ്ഞിട്ടല്ലോ. ഓരോരുത്തരും അറിയുന്നവർ എന്നോട് വന്ന് പറയുന്നത്. ഇവർക്ക് ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി. എന്തിനാ ഇപ്പൊ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ തരുന്നു? ഇവന്റെ പെങ്ങൾ നല്ലതാണോ? ഇപ്പൊ ഈ പറഞ്ഞവരൊക്കെ പറയുവായിരുന്നാണ്ട മറ്റവളുണ്ടല്ലോ അവളെ ആണ്ടാ ഈ പറയുന്നവരൊക്കെ ആരോടൊക്കെ ചെന്ന് പറയും. നീ ആർക്കില്ലാത്തത് കടന്നു എന്നെ പറ്റി പറയുന്നു. ഞാൻ ആളെ പുറകെ പോകുന്നത് ഇവൻ കണ്ടത്. അല്ലെ പോയാൽ തന്നെ ഇവൻ എന്നാ കുഴപ്പമില്ല. അവസാനം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന എല്ലാവരും തോളത്ത് കയറി. അവസാനം ഇനി എന്റെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. അങ്ങനെ എന്നാ പിന്നെ അവരെ വീട്ടുകാരെ പറ്റി തന്നെ അവനങ്ങ് പറഞ്ഞാൽ പോലെ. അവരുടെ വീട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നത്. അവരെ പറ്റി ഒന്നും പറയല്ലോ. എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ പറ്റുന്നത്? ഞാൻ ആളോടെ പോകുന്നതാണ്. എന്നോട് ഇപ്പം ബിന്ദു കൊച്ചമ്മയോടും പറഞ്ഞു. ഇവനിങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു നടക്കുന്നെന്ന് കൊച്ചമ്മയോടും പറഞ്ഞിരുന്നു. ഓരോരുത്തര് ഞാനിങ്ങനെ നടക്കുവാണെന്നുള്ളത് കണ്ടോ? ഇപ്പം കണ്ടോ ഞാനിങ്ങനെ നടക്കുന്നത്? അത് ഞാൻ പോയപ്പോ ഇവനായിരുന്നു എനിക്ക് വെച്ച് തന്നോണ്ടിരുന്നത്. ആണോ? ഞാൻ ലോകത്തുള്ളവരോടും ആരോടും വഴക്കുണ്ടാക്കാനല്ല ഞാൻ ജീവിച്ചു വന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കുക. ആശാരിക്കൂട്ടം മനസ്സിലാക്കുക. ഞാൻ വിശ്വകർമാക്കളോടും അതായത് എൻ്റെ അപ്പൻ്റെ ആൾക്കാരോടും ആരോടും ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങൾ കാണിക്കുന്ന തന്തേലാഴിക്ക് ഞാൻ കുട പിടിക്കാൻ വരത്തില്ല. എന്നെ കിട്ടത്തില്ല. നിങ്ങളുടെ വ്യഭിചാരം മറയ്ക്കാനും നിങ്ങളുടെയൊക്കെ തരവഴി മറയ്ക്കാനും എന്നെ കിട്ടത്തില്ല. ഞാൻ ജീവിക്കാൻ എൻ്റെ അമ്മ എന്നെ കാണിച്ചു തന്ന വഴി പശുവിനെ കറക്കാനും എന്നെ ജീവിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. അല്ലാതെ എൻ്റെ എച്ചിൽ തിന്ന പ്രീജിത്ത് ഒന്നാമത്തെ ആള്, എൻ്റെ എച്ചിൽ തിന്നവൻ അവൻ ഒന്നാമത്തെ ആള്. അത് കഴിഞ്ഞാണ് മറ്റുള്ളവർ. അത് വിനീഷ് വരെ തിന്നിട്ടുണ്ട്. വിനീഷ് +2 +1 പുറമറ്റത്ത് പഠിച്ചപ്പോൾ എൻ്റെ പണിയെടുത്ത കാശുകൊണ്ട് അവൻ ഹോട്ടലിൽ കയറി തിന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെ ചോദിച്ചു നോക്കും. മാളു, അതായത് മാളു എന്ന് പറയുന്ന കള്ളൻ വിനോദിന്റെ ഭാര്യ. പണ്ട് തിങ്ക ഉണ്ടായിരുന്നപ്പോഴും ചട്ടൻ ഉണ്ടായിരുന്നപ്പോഴും മാളുവിനറിയാമല്ലോ.
ചട്ടൻ്റെ ഭാര്യ അനിത ഉണ്ടായിരുന്നപ്പോൾ അവിടം തൊട്ട് ഞാൻ പറഞ്ഞുതരാം ചെറിയ ചരിത്രം കേട്ടോ. എൻ്റെ അമ്മയെ ചീത്ത വിളിക്കാനായിട്ട് ഇനിയും മുതിർന്നാൽ മാളു കാണാത്ത വഴി ഇനി ഞാൻ ചെയ്യും. ലോകത്തിന് മുന്നിൽ വേശിപ്രസന്ന കാണിച്ച പണികൾ പഴയ വീഡിയോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. അതെല്ലാം കൂടെ ഞാൻ നിർത്തി. എനിക്ക് സൈബർ സെല്ലിനെ മാനിക്കുന്നുണ്ട് മാത്രമാണ് ഞാൻ ഓരോ വീഡിയോ ഇട്ട് സൈബർ സെല്ലിലോട്ട് അയക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് പോലീസുകാരെ കൊണ്ട് കേസ് കൊടുത്താലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത പരിപാടി ഓരോന്നോരോന്ന് ഞാൻ എണ്ണി പറഞ്ഞുതരാം. ആദ്യം കൊണ്ട് കള്ളക്കേസ് കൊടുത്ത് കീഴുവായ്പൂര്, അവിടുന്ന് പത്തനംതിട്ട വനിതാ സെല്ല്, ഇങ്ങനെ ഓരോരുത്തർക്കും കൊണ്ട് കേസ് കൊടുത്തത് ആർക്ക് വേണ്ടിയാന്നുള്ള എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ ഇത്രയും നാളും ഇരുന്നത്. ഇനി കള്ളൻ വിനോദിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇത് കാണിച്ചെന്ന് പറഞ്ഞ് അല്ലെ എന്തുവാ പൂച്ച തൂറിയെന്നും പറഞ്ഞ് തെറി വിളിക്കുകയോ നീ തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ വക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പണി കാണിച്ചതും തുരുത്തിയിലെ, അതായത് കോളേജ് മലയിലെ തുരുത്തിയിലെ വീട്ടിൽ കൂടോത്രം വെച്ചത്, കള്ളം വിനോദ് വെച്ചത് കാര്യം വരെ എനിക്കറിയാവുന്നതാണ്. അത് ആരൊക്കെയാണ് കൂടെ പോയി ചെയ്തതെന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നീ എനിക്ക് പണിയാനായിട്ട് തുടങ്ങിയാൽ നിന്റെയൊക്കെ തറ തന്നെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പം അത് നായന്മാരുടെ കയ്യിൽ തന്നെയാണ് ആ വീടിരിക്കുന്നത്. അതായത് കുരിശുകാവിലെ താമസിക്കുന്ന ആളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനിയും മേലിൽ പള്ളത്തെ പത്മകുമാരൻ സാറിൻ്റെ അനിയനായ ആളാണ് പിന്നെ മേടിച്ചത്. ആ കൂടോത്രം ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്കിട്ട് ചെയ്ത പണി, ചിറയിലെ ബിജുവിന് കൂടോത്രം ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് സമൂഹം വഴിയേ മനസ്സിലാക്കും. ഗീതാകുമാരി പ്രസന്ന പരിശുദ്ധയാന്നല്ല പറയുന്നത്. കെട്ടിയിട്ട് അടിച്ചത് എവിടെയൊക്കെ ഏതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് അവളുടെ ഫോട്ടോ ഇട്ടപ്പോൾ തൊട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാൻ ആരാണ്ട് വ്യഭിചരിച്ച് മക്കളുണ്ടാക്കിയെന്ന് മാള് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് നേരെ കീഴ്വായ്പൂര് കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ സർക്കിളിൻ്റെ മുന്നാകെ വരാം. പക്ഷേ കള്ളത്തരമാകില്ല കേട്ടോ. എൻ്റെ അപ്പനെയും കൊണ്ട് എത്ര കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സർക്കിളിനറിയാം, ബിപിൻ ഗോപിനാഥിനറിയാം. ഒരു ദിവസം ഞാൻ കീഴ്വായ്പൂര് ഇരുന്നങ്ങ് മനസ്സിലാക്കിച്ചതാ അയാളെ. അതുകൊണ്ട് ഓരോ സർക്കിൾ വന്നാലല്ല, ഏതൊക്കെ സർക്കിൾ വന്നാലും എന്നെ അറിയാം. കാര്യം എന്ന് വെച്ചാൽ പത്തനംതിട്ട SP ഓഫീസിന്റെ മുന്നാകെ ഇരിക്കേണ്ട ആവശ്യം 2 കുടുംബങ്ങളുടെയാണ്. 2 കുടുംബത്തിലെ 10 വ്യക്തികളാണ് അനുഭവിച്ചത്. അല്ലാതെ ഗീതാകുമാരി റോഡിൽ കിടന്ന് വ്യഭിചാരം ചെയ്ത പോലെ അല്ല ഓരോരുത്തർ ജീവിതം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഓരോരുത്തർക്ക് ജീവിക്കാനായിട്ട്. അല്ല നിങ്ങൾ കണ്ട ജാതി ജീവിച്ച ഞങ്ങൾ തെറ്റുകാരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആൾക്കാർ ജീവിച്ച് വന്നതായിരിക്കണം നിങ്ങളുടെ സംസ്കാരം. അത് മറ്റുള്ളവരെ ക്രൂശിക്കാൻ നോക്കല്ലേ. ഞാൻ മുടിഞ്ഞവനാന്ന് നിങ്ങൾ പറഞ്ഞാലാകത്തില്ല. അത് ഞാൻ സ്വയമേ ചിന്തിക്കണം. നിങ്ങൾ എന്നെ ആരെല്ലാം മുന്നിൽ അടിച്ച് താക്കാൻ നോക്കിയാലും എന്നെ ദൈവം കരകയറ്റിത്തരും. കാര്യം എന്നു വെച്ചാൽ നീയൊക്കെയാണ് മുടിഞ്ഞത്. എന്നെ പ്രാഗിയാലോ എന്നെ അമ്പലത്തിൽ നേർച്ച കൊടുത്താലോ നിന്റെ ആൾക്കാർ തന്നെ നശിക്കത്തേ ഉള്ളൂ. ഞങ്ങളാരും നശിക്കത്തില്ല. നിന്റെ ഭർത്താവിനെ കള്ളക്കേസിലാണല്ലോ പിടിച്ചത്. അതുപോലെ തന്നെ കെട്ടിയിട്ടടിച്ചില്ല കുളിസിയും കണ്ടതിന് കുരിശുകവലയിട്ട്. എന്നെ എവിടെയെങ്കിലും ഇട്ട് കെട്ടിയിട്ടടിക്കാനോ എന്നെ എന്തിനേലും ആരെങ്കിലും അടിക്കാൻ വന്നിട്ടുണ്ടോ? നിന്റെ വേശിയുടെ മോൻ എന്നെ പാലത്തെങ്ങ് കവലയിട്ട് അടിച്ചു. അതിന് അവന് കൊടുത്തത് കണ്ടോ? എത്ര ദിവസം അകത്ത് കിടന്ന്. അതാണ് സംസ്കാരം മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യഭിചാരം നിങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ ആരുടെയല്ല. അത് നിങ്ങളെ തോണ്ടാൻ വേണ്ടി തന്നെ ഞാൻ ആ വീട്ടിൽ കയറിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. രാമകിളിയിൽ തിരി തെളിയുന്ന സമയം, തുരുത്തി കടന്ന സമയം, വ്യഭിചാരത്തിൻ്റെ നടുമുറിയിൽ നിന്ന് ആശാരിയെന്നു പിറവിയെടുത്തു. തന്തയില്ലേലും കുഴപ്പമില്ലല്ലോ, കൊല്ലന്റെ കുടുംബം നശിച്ചു കാണണം. വ്യഭിചാരം വ്യഭിചാരം പ്രസന്നം കൊണ്ടുള്ള വ്യഭിചാരം, വ്യഭിചാരം വ്യഭിചാരം പ്രസന്നം കൊണ്ടുള്ള വ്യഭിചാരം. അമ്മയ്ക്കും പെങ്ങൾക്കും ഒരുപോലെ വ്യഭിചാരം, നടയിൽ സമർപ്പിക്കുന്ന വ്യഭിചാരം.